അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുവാക്കൾക്ക് ഇസ്ലാമിലുള്ള പ്രാധാന്യം വളരെ വലുതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ്, എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫ്, അതിൽ കാണാൻ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബി റബ്ബിഹിം വസിദ്നാഹും ഹുദ. യുവാക്കൾ കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. യാഥാർത്ഥ്യത്തോട് യോജിച്ചൊരു ചരിത്രം നമ്മൾ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളായിരുന്നു. വൃദ്ധന്മാരല്ല, കുട്ടികളല്ല. ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളായിരുന്നു. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഗുഹാവാസികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അവർ യുവാക്കളായിരുന്നു. എന്താണ് ആ യുവാക്കൾക്കുള്ള പ്രത്യേകത? ആമനു ബി റബ്ബിഹിം, അവർ റബ്ബിൽ അചഞ്ചലമായി വിശ്വസിച്ചു. ഇളകാതെ, പതറാതെ, ചിതറാതെ. ആ നാട്ടിലെ കാഫിറായ രാജാവിൻ്റെ തീത്തൊപ്പുന്ന തോക്കുകൾ കണ്ട് പതറിയില്ല. മിന്നിത്തിളങ്ങുന്ന വാൾ കണ്ട് ചിതറിയില്ല. അങ്ങനെ വളർന്ന അവർ വസിദ്നാഹും ഹുദ, അള്ളാഹു അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് അങ്ങനെയാണ്. നാളെ മഹ്ശറ വൻസഭയിൽ സൂര്യൻ്റെ ഉഗ്രമായ താണ്ഡവം സഹിക്കവയ്യാതെ ഒരു ചാൺ അകലെ സൂര്യൻ നിൽക്കുമ്പോൾ അവിടെ തണലിട്ട് കൊടുക്കുന്ന ഒരു എയർ കണ്ടീഷനോ എയർ സെറ്റപ്പോ എയർ കൂളോ ഇല്ലാതെ ജനങ്ങൾ നിൽക്കുമ്പോൾ അവിടെ തണലിട്ട് കൊടുക്കുന്ന വിഭാഗത്തിലും യുവാക്കളുടെ പ്രാധാന്യം എടുത്തു പറയുന്നു. വശാബുൻ നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ ദീനീ പ്രവർത്തന രംഗത്ത് സജീവമാകുന്ന ചെറുപ്പക്കാർ, അവർക്കും അള്ളാഹു അവിടെ തണലിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ പറയുന്നു. പക്ഷേ ഇന്ന് യുവാക്കളെയൊക്കെ നാടകവേദി, സിനിമാവേദി, രാഷ്ട്രീയ യൂത്ത് വേദി, ഇങ്ങനെ വിഭിന്ന രംഗത്തേക്ക് ഭാഗിച്ചെടുത്തപ്പോൾ യുവാക്കളുടെ യഥാർത്ഥ ചൈതന്യം അവിടെ നഷ്ടപ്പെടുകയാണ്. നാട്ടിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കേണ്ടവർ തന്നെയാണ്. പക്ഷേ ആ യുവത്വത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ആ യുവത്വത്തെ നാം തിരിച്ചറിയാൻ കഴിയണം. ആ യുവത്വം ഇന്ന് പല നിലയിലും മോശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റിയ നല്ലൊരു വേദി നമുക്കുണ്ടാവണം. അധാർമികതയിലേക്ക് കൊടികുത്തി വാഴുന്ന ഇന്നത്തെ യുവസമൂഹത്തെ ഉണർത്തിക്കൊണ്ടുവരാനും അവരെ സമാശ്വസിപ്പിക്കാനും മയക്കുമരുന്ന്, മദ്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നാട്ടിൻ്റെ നട്ടെല്ലുകളായ നാളത്തെ നാട്ടിനെ ചുക്കാൻ പിടിക്കേണ്ട യുവസമൂഹം ഇന്ന് വളരെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മറക്കാൻ പാടില്ല. അവരെ രക്ഷപ്പെടുത്തണം. ആ യുവത്വത്തിൻ്റെ യഥാർത്ഥ പ്രസരിപ്പ് സമൂഹത്തിന്, നാട്ടിന്, ദീനിന് ഗുണമുള്ളതാകണം. നാട്ടിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതാകണം. ജനാധിപത്യ കേരളത്തിൽ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന നല്ലൊരു യുവത്വമായി മാറണം. നിങ്ങൾ നശിക്കരുത്, നിങ്ങൾ ഉയരണം. എല്ലാ നിലയിലും ഇസ്ലാമിൽ യുവാക്കൾക്ക് നല്ല സ്ഥാനം നൽകുന്നുണ്ട്. ആ സ്ഥാനം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് എല്ലാ യുവ സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നല്ലതൊക്കെ ചെയ്യാനും നല്ലത് പറയാനും നല്ല യുവസമൂഹം നമ്മുടെ നാട്ടിൽ വളരാനും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.